ഹായ്, ജോസിയൻ ഗ്രീൻവുഡ് സ്വാഗതം. ഇന്ന് തേനീച്ച കൃഷിപ്പടിയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും കരിഞ്ഞൊടിയും വെള്ളഞ്ഞൊടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് വെള്ളഞ്ഞൊടിയും കരിഞ്ഞൊടിയും തമ്മിൽ. അതിന്ന് നമുക്ക് വളരെ ഡീറ്റെയിലായിട്ട് പഠിക്കാം. വിവിനെ ജോസിയൻ ഗ്രീൻവുഡ് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിവിൻ നല്ലൊരു തേനീച്ച കർഷകനാണ്. ഈ വെള്ളഞ്ഞൊടിയും കരിഞ്ഞൊടിയും തമ്മിലുള്ള നിറവ്യത്യാസം എന്തെങ്കിലുണ്ടോ? ഉണ്ട്. വെള്ളഞ്ഞൊടി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ നിറം ഒരു മഞ്ഞ കളറാണ്. റാണിക്കും റാണിക്കും കുറച്ചുകൂടെ മഞ്ഞ ഓറഞ്ച് കളറാണ്. കരിഞ്ഞൊടിന് ഒരു ബ്ലാക്ക് കളർ കൂടുതൽ വരും. റാണിക്കും ബ്ലാക്ക് കളർ കൂടുതൽ ബ്ലാക്ക് ആയിരിക്കും. അതാണ് വ്യത്യാസം, നിറത്തിലുള്ള വ്യത്യാസം. അപ്പൊ വെള്ളഞ്ഞൊടിന്റെ ഒരു കൂടൊന്ന് കാണിക്കാവോ? കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. തീറ്റ കൊടുക്കേണ്ട ദിവസമാണ്, നമുക്ക് തീറ്റയും കൊടുക്കാം. അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു കോളനി അല്ലേ? നല്ല സ്ട്രെങ്ത് ഉള്ള കോളനിയാണ്. നമ്മൾ രണ്ട് പാത്രത്തെ കൊടുക്കുന്നു. കൂടുതൽ സ്ട്രെങ്ത് ആയതുകൊണ്ട് ഓക്കെ. ഇനി ഇതിന്റെ അടയൊന്ന് കാണിച്ചു തരാം. ഈ തേൻ ഉൽപാദനം ഏതാ ഏറ്റവും മെച്ചമായിട്ടുള്ളത്? അതായത് തേനീച്ചയുടെ ഇനത്തിലല്ല അതിന്റെ ഉത്പാദനം വരുന്നത്. അതിലിപ്പം ഏത് സ്ഥലത്താണ് തേനീച്ച വെക്കുന്നത്, തേനീച്ചയുടെ എണ്ണം, റാണിയുടെ പ്രായം, ഇതൊക്കെ അനുസരിച്ചാണ് തേൻ ഉൽപാദനം കൂടുതൽ. അതായത് കരിഞ്ഞൊടിയനും ചെറിയ കോളനിയായിട്ട് ഇരിക്കും തേൻ്റെ സമയത്ത്, വെള്ളഞ്ഞൊടിയനും വളർച്ചയില്ലാതിരിക്കുന്ന കോളനികളും ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതനുസരിച്ച് തേൻ കിട്ടും. വ്യവസായ അടിസ്ഥാനത്തിൽ ഏതാ ഏറ്റവും മെച്ചമായിട്ടുള്ളത്? നമ്മൾ വളർത്തുമ്പം കൂടുതൽ കോളനി വെച്ച് വളർത്തുമ്പോഴത്തേന് വെള്ളഞ്ഞൊടിയും തന്നെയാണ്. കരിഞ്ഞൊടിയെ നമുക്ക് കുറച്ച് പാടാണ് അത് വളർത്തിയെടുക്കാൻ. പിന്നെ അതാ കുറച്ചുകൂടെ നല്ലത് വെള്ളഞ്ഞൊടിയും തന്നെയാണ്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഡിവിഷൻ ചെയ്യാനും എളുപ്പമാണ്. കരിഞ്ഞൊടിയെ ഡിവിഷൻ ചെയ്ത് കോളനിയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ വേനൽക്കാലം ആകുമ്പോഴത്തേന് കരിഞ്ഞൊടിന് കൂട്ടിലിരിക്കാൻ കുറച്ച് മടിയാണ്. തണുപ്പ് വേണം അല്ലേ? മണ്ണിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ അതിനകത്ത് ഇരുന്നോളൂ. മണ്ണിലൊക്കെ കൂടെ ഉണ്ടാക്കി വെക്കുമല്ലോ. ഇടുക്കി സൈഡിൽ ഈ ഹൈ റേഞ്ചിലൊക്കെ കൂടുതലായിട്ട് കരിഞ്ഞൊടിനാണ് ഈ പറമ്പുകളിലെ മണ്ണിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ വളർത്താനോട്ട് കൂടുതൽ താല്പര്യമുണ്ട് ഈ ഏലത്തിന് പരാടമായിട്ട്. അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഇടുക്കി മാത്രമല്ല, കരിഞ്ഞൊടിന് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഏലത്തിന് കൂടുതലും പരാഗണം ചെയ്യുന്നത് ഇടുക്കിയിൽ കരിഞ്ഞൊടിയൻ തന്നെയാണ്. കാരണം കൂടുതലും കരിഞ്ഞൊടിയൻ ഉള്ളൂ. വെള്ളഞ്ഞൊടിയന് വെക്കുന്ന പറമ്പുകളിൽ വെള്ളഞ്ഞൊടിയൻ വെക്കുന്ന പറമ്പ് മാത്രമല്ല, 1 കിലോമീറ്റർ ചുറ്റുള്ളവയിൽ മിച്ചം പോകും. അത് വെള്ളഞ്ഞൊടിയൻ വളർത്തി ഏലത്തോട്ടത്തിൽ 2 പെട്ടി വെക്കുന്നത് നല്ലതാണ്. വെള്ളഞ്ഞൊടിയൻ നമുക്ക് വളർത്തി കൊണ്ടുവരാനൊക്കെ എളുപ്പം വെള്ളഞ്ഞൊടിയനാണ്. നേരത്തെ നമ്മളെ ഏലച്ചെടിയും അതുപോലെ ഈ തേനീച്ച വളർത്ത് തമ്മിൽ ബന്ധത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൽ ശരിക്കും ഒരു 40-40% പോളിനേഷൻ വഴിയായിട്ട് കൂടും. കാരണം അരിയുടെ വലുപ്പം കൂടും. ഏലത്തിന് തേനീച്ച വേണമെന്നില്ല, ഏതെങ്കിലും ഷഡ്പദം മതി. എന്നാലും തേനീച്ചകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ഒരു പ്രാവശ്യം തന്നെ കൂടുതൽ പൂക്കളിൽ പരാഗണം, അരിയുടെ എണ്ണം കൂടും. ഓക്കെ. ഇനി നമുക്ക് കരിഞ്ഞൊടിയൻ തേനീച്ചകളുടെ പ്രത്യേകത അതിൻ്റെ ഈച്ചകളെ കൂടെ ഒന്ന് കാണിക്കണേ. കരിഞ്ഞൊടിയും കാണിച്ചു തരാം. ഓക്കെ. നമുക്ക് കൃത്രിമമായിട്ട് ഒരു കരിഞ്ഞൊടിയും കൂടിനെ വെള്ളഞ്ഞൊടിയനാക്കാനും വെള്ളഞ്ഞൊടിയനെ കരിഞ്ഞൊടിയനാക്കാനും പറ്റും. വെള്ളഞ്ഞൊടിയനെ കരിഞ്ഞൊടിയനാക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ നമുക്ക് അടുത്ത വർഷം ചെയ്യാം. അത് കുറച്ച് സമയം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. നല്ലത് കാണിക്കാം. വെള്ളഞ്ഞൊടിയനെ കരിഞ്ഞൊടിയനാക്കാനും കരിഞ്ഞൊടിയനെ വെള്ളഞ്ഞൊടിയനാക്കാനും സാധിക്കും അല്ലേ? എങ്ങനെയാണെന്ന് കാണിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ വിജയം. താങ്ക് യു.